വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി. ബോർഡ് ബൂസ്റ്റർ സീരീസിന്റെ ഭാഗമായി നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഉള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്ട്രക്ചർ ഓഫ് മാമറി ഗ്ലാൻഡ് ഡിസ്കസ് ചെയ്തു. അടുത്ത ഭാഗമാണ് ഗ്യാമറ്റോജെനസിസ്. ഓക്കെ, ഗ്യാമറ്റോജെനസിസ്. ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. നമുക്കറിയാം മെയിൽ ഗ്യാമേറ്റും ഉണ്ട്, ഫീമെയിൽ ഗ്യാമേറ്റും ഉണ്ട്. മെയിൽ ഓർഗാനിസം മെയിൽ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ ഓർഗാനിസം ഫീമെയിൽ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലേ? സോ ഗ്യാമറ്റോജെനസിസ് രണ്ട് ടൈപ്പ് ഗ്യാമറ്റോജെനസിസ് ഉണ്ട്. ഒന്ന് മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത്, ഫോർമേഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ്. അടുത്തത് ഫോർമേഷൻ ഓഫ് ഫീമെയിൽ ഗ്യാമേറ്റ്, ഫോർമേഷൻ ഓഫ് ഫീമെയിൽ ഗ്യാമേറ്റ്. സോ മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത് ഏതാണ്? മെയിൽ ഗ്യാമേറ്റിന്റെ പേരെന്താണ്? മെയിൽ ഗ്യാമേറ്റ് ഈസ് കോൾഡ് സ്പേം. ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള സ്പേം ആണ് മെയിൽ ഗ്യാമേറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ ഗ്യാമേറ്റ് ഏതാണ്? ഫങ്ഷണൽ ആയിട്ടുള്ള ഓവം ഓർ എഗ്. ഓവം ഓർ എഗ്, ഫങ്ഷണൽ ആയിട്ടുള്ള ഓവം അല്ലെങ്കിൽ എഗ്ഗാണ് ഫീമെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്യാമേറ്റുകൾ ഇപ്പോൾ സ്പേമും അതുപോലെ ഓവം അല്ലെങ്കിൽ എഗ്ഗും ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഗ്യാമറ്റോജെനസിസ്. ഓക്കെ, ഇനി നമുക്ക് ഗ്യാമറ്റോജെനസിസിലേക്ക് പോവാം. ഈ ഗ്യാമറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? പ്യൂബർട്ടിയിൽ, അല്ലെ? ഗ്യാമറ്റോജെനസിസ് എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഓവം ഫോം ചെയ്യുന്നത് പ്യൂബർട്ടിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പ്രായപൂർത്തിയായി കഴിയുമ്പോഴായിരിക്കും ഗ്യാമറ്റോജെനസിസ് അല്ലെങ്കിൽ ഓവത്തിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഗ്യാമറ്റോജെനസിസ് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ ആദ്യത്തേത് സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെ? മെയിൽ ഗ്യാമേറ്റിനെ എന്ത് വിളിക്കും? സ്പേം എന്ന് വിളിക്കും. ആ സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് സ്പെർമാറ്റോജെനസിസ് എന്ന് വിളിക്കും. സ്പെർമാറ്റോജെനസിസ് എന്ന് വിളിക്കും. സ്പെർമാറ്റോജെനസിസ്. ഓക്കെ, അടുത്ത ഫീമെയിൽ ഗ്യാമേറ്റ് എന്താണ്? ഓവം അല്ലെങ്കിൽ എഗ്, അല്ലെ? ഓവം അല്ലെങ്കിൽ എഗ് എന്നല്ലേ പറയുക? ആ ഓവം അല്ലെങ്കിൽ എഗ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഊജെനസിസ്. ഓക്കെ, ഊജെനസിസ്. അപ്പോൾ ഗ്യാമറ്റോജെനസിസ് രണ്ട് തരത്തിലാണ് ഗ്യാമറ്റോജെനസിസ് നമ്മൾ വിളിക്കുന്നത്. വൺ ഈസ് സ്പെർമാറ്റോജെനസിസ്, അടുത്തത് ഊജെനസിസ് ആണ്. സ്പെർമാറ്റോജെനസിസ് ഉണ്ട്, ഊജെനസിസ് ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് സ്പെർമാറ്റോജെനസിസ്, എങ്ങനെയാണ് സ്പെർമാറ്റോജെനസിസ് നടക്കുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ പഠിച്ചു, അല്ലേ? ടെസ്റ്റിസിൽ നമ്മൾ പറഞ്ഞു ടെസ്റ്റിസില് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അല്ലേ? ആ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിന്റെ അകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞു? ഹൈലി കോയിൽഡ് 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കും. ഓക്കെ, ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഹ്യൂമൻ ബീങ്സ്, ഇൻ ഹ്യൂമൻ മെയിൽസ്, സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സ്പേംസ് ആർ produced in seminiferous tubules. Sperms are produced in seminiferous tubules. Seminiferous tubules-ലാണ് sperm പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Sperms are produced in seminiferous tubules. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെയാ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ട്യൂബാണല്ലോ, അപ്പൊ ഇങ്ങനെ രണ്ട് ഭാഗമുണ്ട്. ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഒരു ഭാഗം, ഹൈലി കോയിൽഡ് അല്ല, ഒരു ഭാഗം മാത്രം കാണിച്ചിരിക്കുന്നതാണ്. അതിന്റെ ഇന്നർ വോളില് കുറെ സെല്ലുകളുണ്ട്. ഇന്നർ വോളില് ഇങ്ങനെ കുറെ സെല്ലുകളുണ്ട്. ഈ സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് മെയിൽ ജം സെൽസ്. മെയിൽ ജം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ എന്ന് വിളിക്കും. മെയിൽ ജം സെൽസ് ഓർ സ്പെർമാറ്റോഗോണിയ. മെയിൽ ജം സെൽസിന് വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോഗോണിയ. ഓക്കെ, ഈ ഡയഗ്രം നോക്കൂ. ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്.
ഇതാണ് എന്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ വോളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഉണ്ടോ ഈ സ്പെർമാറ്റോഗോണിയം, ഇതാണ് സ്പെർമാറ്റോഗോണിയം എന്ന് വിളിക്കുന്നത്. ഇതാണ് സ്പെർമാറ്റോഗോണിയം. ഓക്കെ, ഇനി ഇത് തുടങ്ങുന്നത് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽസിൽ അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഒരു 10-11 വയസ്സൊക്കെ കഴിയുമ്പോൾ അവരുടെ ബ്രെയിനിൽ, അതായത് ഹൈപ്പോതലാമസിൽ ഒരു ഹോർമോൺ, ഹൈപ്പോതലാമസ് നമുക്കറിയാം ബ്രെയിനിന്റെ ഒരു ഭാഗമാണ് അല്ലെ, അവിടെ നമ്മൾ ന്യൂറൽ ഫംഗ്ഷനും എൻഡോക്രൈൻ ഫംഗ്ഷനും ഉള്ള ബ്രെയിനിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ആ ഹൈപ്പോതലാമസിൽ ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണിനെയും സെക്രീറ്റ് ചെയ്യും. അവിടെ നമ്മൾ ഇവിടെ ഹൈപ്പോതലാമസ് ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും, GnRH എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യും. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്നാണ് ഇതിന്റെ പേര്. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് വരും. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വന്നു കഴിയുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് LH എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. LH ലൂട്ടേനൈസിങ് ഹോർമോൺ എന്ന് വിളിക്കും. LH. ആ LH എന്ന് പറയുന്ന ഹോർമോണിന്റെ ടാർഗറ്റ് ഓർഗൻ എന്ന് പറയുന്നത് മെയിൽസിലെ ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസില് ലൊബ്യൂൾസിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതിന് ഇടയിലായിട്ട് ചില ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ LH എന്ന് പറയുന്ന ഹോർമോൺ വന്ന് ആക്ട് ചെയ്യുന്ന മെയിൽസിലെ ഇന്റർസ്റ്റീഷ്യൽ സെൽസിൽ വന്ന് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിക് സെൽസ്, അങ്ങനെയുള്ള ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് ആൻഡ്രോജൻ എന്നുള്ള ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ്രോജൻ എന്നുള്ള മെയിൽ സെക്സ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ GnRH സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് LH എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ഹോർമോണും കൂടിയുണ്ട്, FSH എന്ന് വിളിക്കും. FSH, അതിനെ നമ്മൾ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. ആ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? ഇതുപോലെ തന്നെ ടെസ്റ്റിസിലേക്ക് വരും. ടെസ്റ്റിസിലേക്ക് വന്നിട്ട് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഒക്കെ ഉണ്ട്, ഇത് നമ്മളെ ലോബ്യൂൾസ് ഉണ്ട്, സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. അവിടെ കാണപ്പെടുന്ന ഒരു വേറൊരു സെല്ലിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസിലുള്ള വേറൊരു സെല്ലിനെ വിളിക്കുന്ന പേരാണ് സെർട്ടോളി സെല്ല് എന്ന് വിളിക്കും. ഓക്കെ, സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് സെല്ലിങ്ങിനെ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സെർട്ടോളി സെൽസിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും മച്ചുറേഷനുമാണ്. സെർട്ടോളി സെൽസിന്റെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, മച്ചുറേഷൻ ഒക്കെയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? FSHന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് സെർട്ടോളി സെൽസ് ഗ്രോത്ത് നടക്കുന്നു, മെച്ചുവർ ആവുന്നു. അപ്പൊ മെച്ചുവർ ആയി കഴിയുമ്പോൾ എന്താ ചെയ്യാന്നറിയാമോ? ഈ ഫോം ചെയ്യുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഫോം ചെയ്യുന്ന സ്പെർമിനെയും മെച്ചുവർ ആക്കുക. അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന് മൂവ് ചെയ്യാനുള്ള എനർജിയും ന്യൂട്രിയൻസും ഒക്കെ കൊടുത്ത് അതിനെ മെച്ചുവർ ആക്കുക എന്നുള്ള റോളാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ സെർട്ടോളി സെൽസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെർട്ടോളി സെൽസ് സ്പെർമിനെ മെച്ചുവർ ആക്കുന്നു. അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതുള്ളൂ. സോ സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുമ്പോൾ ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. ആ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് വരുന്നു. അപ്പോൾ ഹോർമോണിന്റെ ഫംഗ്ഷനും ആക്ഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? ലൂട്ടനൈസിംഗ് ഹോർമോൺ LH എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. ആ LH എന്ന് പറയുന്ന ഹോർമോൺ ടെസ്റ്റിസിലേക്ക് വരുന്നു. ടെസ്റ്റിസിലുള്ള ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിന് ഇടയിൽ കാണപ്പെടുന്ന ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിക് സെൽസിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ലൈഡിക് സെൽസ് ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യുന്നു. സെക്സ് ഹോർമോണിനെ ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ FSH എന്ന് പറയുന്ന ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് ടെസ്റ്റിസിലേക്ക് വരുന്നു. ആ FSH പറയുന്ന ഹോർമോൺ
സെമിനിഫറസ് ട്യൂബ്യൂൾസിനിൽ കാണപ്പെടുന്ന സെർട്ടോളി അല്ലെങ്കിൽ നേഴ്സ് സെല്ല് എന്ന് പറയുന്ന സെല്ലുകളുണ്ട്. ആ സെല്ലുകളുടെ ഗ്രോത്തും ഡെവലപ്മെന്റും മെച്ചുറേഷനും നടത്തുക എന്നുള്ളതാണ് FSHന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് സ്പെർമാറ്റോജെനിസിസ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹോർമോണൽ മെക്കാനിസം സംഭവിച്ചു ഈ ഒരു സ്റ്റേജിൽ പ്യൂബർട്ടി ആകുമ്പോൾ ആൺകുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഫോം ചെയ്യും, നടക്കും. അതിനെ തുടർന്നാണ് എന്ത് സംഭവിക്കുക? സ്പെർമാറ്റോജെനിസിസ് സംഭവിക്കുന്നത്, ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതില് നോക്കൂ, ഇത് സെമിനിഫറസ് ട്യൂബ്യൂളാണ് കാണിച്ചിരിക്കുന്നത്. സ്പെർമാറ്റോഗോണിയൽ സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയം മെയിൽ ജം സെൽസിന് വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോഗോണിയം എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മൾ പറഞ്ഞ ആൻഡ്രോജൻ കിട്ടിക്കഴിയുമ്പോൾ ആൻഡ്രോജൻ ടെസ്റ്റിസിലേക്ക് അല്ലെങ്കിൽ ഈ സ്പെർമാറ്റോഗോണിയൽ സെൽസിന് ആൻഡ്രോജൻ ഹോർമോൺ കിട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ ഗ്രോത്ത് നടക്കും. ഓക്കെ, അതായത് ആക്ച്വലി ഇത് നടക്കുന്ന ഈ സ്പെർമാറ്റോജെനസിസ് നടക്കുന്ന ഫേസസ് എന്ന് പറയുന്നത് ഇതിന് ഈ സ്പെർമാറ്റോഗോണിയം ഉണ്ട്. ഈ സ്പെർമാറ്റോഗോണിയം മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കും, മൾട്ടിപ്ലൈ ചെയ്യും. ഈ സ്പെർമാറ്റോഗോണിയം മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കും. ആൻഡ്രോജൻ കിട്ടുന്നു. അപ്പോൾ ഈ ആൻഡ്രോജൻ കിട്ടിക്കഴിയുമ്പോൾ, ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പെർമാറ്റോഗോണിയം മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ മൈറ്റോസിസ് എന്നുള്ള ഡിവിഷൻ വഴി അത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഒരു സ്പെർമാറ്റോഗോണിയം മൾട്ടിപ്ലൈ ചെയ്യുന്നു, കുറേ സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഫോം ചെയ്യുന്നു. അങ്ങനെ മോർ സ്പെർമാറ്റോഗോണിയം സെൽസ് ആർ ഫോംഡ്. മനസ്സിലായോ? മൾട്ടിപ്ലൈ ചെയ്യുന്നു, കൂടുതൽ സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഫോം ചെയ്യുന്നു. ആ സ്പെർമാറ്റോഗോണിയൽ സെൽസിന് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇനി അതിന് ഗ്രോത്ത് നടക്കും, അതിന്റെ സൈസ് വലുതാവാൻ തുടങ്ങും. നോക്കൂ, ഈ കാണിച്ചിരിക്കുന്നതൊക്കെ സ്പെർമാറ്റോഗോണിയമാണ്, അതിന്റെ സൈസ് വലുതാവും. ഉണ്ടോ? ഇത് കുറച്ചുകൂടെ വലുതായി, സ്പൈസ് വലുതായി. ഉണ്ടോ? അപ്പോൾ അതിന്റെ സൈസ് വലുതായി കഴിയുമ്പോൾ, ഗ്രോത്ത് നടക്കുമ്പോൾ നമ്മൾ അവനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കും. എന്താണ്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഓക്കെ, അപ്പോൾ ആൻഡ്രോജൻ വരുന്നു, സ്പെർമാറ്റോഗോണിയൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത് കുറേ നമ്പർ കൂടുന്നു. ആ നമ്പർ കൂടിയ സ്പെർമാറ്റോഗോണിയൽ സെൽസിന് എന്ത് സംഭവിക്കുന്നു? അവർക്ക് ഗ്രോത്ത് നടക്കുന്നു. ഓക്കെ, അവരുടെ ഗ്രോത്ത് സംഭവിക്കും, വളർച്ച നടക്കും, കുറച്ചുകൂടെ വലുതാവും. ഇല്ല, ഇത് കുറച്ചും കൂടെ വലുതായി, അല്ല ഇത് ചെറുതായിരുന്നു, ഇത് കുറച്ചുകൂടെ വലുതായി. അപ്പൊ കുറച്ചുകൂടെ വലുതായിക്കുമ്പോൾ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഓക്കെ, ഇനി ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് എന്ത് സംഭവിക്കുന്ന അറിയാമോ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോട്ടിക് ഡിവിഷൻ നടക്കും. ഓക്കെ, മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ ഒരു കാര്യമുണ്ട്, സ്പെർമാറ്റോഗോണിയം എന്ന് പറയുമ്പോൾ സ്പെർമാറ്റോഗോണിയം ഈ സ്പെർമാറ്റോഗോണിയം മോർ ഡിവൈഡ് ചെയ്തിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സ്പെർമാറ്റോഗോണിയം എന്ന് പറഞ്ഞാൽ 46 ക്രോമസോമാ ഉള്ളത്. അത് ഡിവൈഡ് ചെയ്ത് മൈറ്റോസിസ് നടന്ന് ഡിവൈഡ് ചെയ്തുമ്പോഴും പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആകുമ്പോഴും എന്താ ഉള്ളത്? എത്ര ക്രോമസോമാ ഉള്ളത്? 46 ക്രോമസോമാണ് ഉള്ളത്. ഓക്കെ, അത് അവിടെ സംഭവിക്കുന്നത് എന്ത് ഡിവിഷനാണ്? മൈറ്റോസിസ് നടന്ന് 46 ക്രോമസോമുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ 46 ക്രോമസോമുകൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്മുടെ അപ്പോൾ ഈ സ്പെർമാറ്റോഗോണിയം മോർ സെൽസ് ഉണ്ടാവും. അതാണ് അതിന് മച്ചുറേഷൻ നടക്കുമ്പോഴാണ് നമ്മൾ മച്ചുറേഷൻ നടന്ന് കുറച്ചുകൂടെ സൈസ് എൻലാർജ് ചെയ്ത് കഴിയുമ്പോഴാണ്, ഗ്രോത്ത് നടക്കുമ്പോഴാണ് നമ്മൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കുന്നത്. ആ സ്റ്റേജിലും എത്രയായിരിക്കും ക്രോമസോം? 46 ക്രോമസോമുകളായിരിക്കും ഉള്ളത്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് എന്ത് സംഭവിക്കുന്ന അറിയാമോ? മിയോസിസ് നടക്കും. അതായത് ഫസ്റ്റ് മിയോസിസ്, ആദ്യത്തെ മിയോട്ടിക് ഡിവിഷൻ നടക്കും. അപ്പൊ ആദ്യത്തെ മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ 2 സ്പെർമാറ്റോസൈറ്റുകൾ ഉണ്ടാവും. ഏത് സ്പെർമാറ്റോസൈറ്റാ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകൾ ഫോം ചെയ്യും, ഉണ്ടാവും. അപ്പൊ ഈ ഒരു 46 ക്രോമസോം ഉള്ള, നോക്കൂ, ഈ 46 ക്രോമസോം ഉള്ള ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് നടന്നിട്ട് എത്രയായിട്ട് മാറും? 23 ക്രോമസോമുകൾ വീതമുള്ള 2 സ്പെർമാറ്റോസൈറ്റ്. ഏത് സ്പെർമാറ്റോസൈറ്റാ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ,
അപ്പൊ ആദ്യം സ്പെർമാറ്റോഗോണിയ, മൈറ്റോസിസ് നടന്നു. ഇതുണ്ട് പ്യൂബർട്ടിയിൽ എത്തുന്ന ഇത് ഡയഗ്രാം കൊടുത്തിരിക്കുന്നതാണ്. അപ്പം സ്പെർമാറ്റോഗോണിയ, അതിന് മൈറ്റോസിസ് നടന്ന് കുറേ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ സെല്ലുകൾ ഗ്രോത്ത് നടക്കുമ്പോൾ നമ്മൾ അതിനെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കും. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് എന്ത് സംഭവിക്കും? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. ഓക്കെ, അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ 46 ക്രോമസോമ. ആ 46 ക്രോമസോം നോക്കൂ, ഇത് 46 ക്രോമസോം ആണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അത് 46 ക്രോമസോം ആണ്. ഇങ്ങനെ കുറെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾ ഉണ്ടാവും. അത് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. അപ്പോൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ, ഈ 46 ക്രോമസോം ഉള്ളവര് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 23 ക്രോമസോമുകൾ വീതമുള്ള എന്തായിട്ട് മാറും? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് 23 ക്രോമസോമുകളാണ് ഓരോ സെല്ലിലും സ്പെർമാറ്റോസൈറ്റ് സെല്ലിലും കാണുന്നത്. ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ മിയോസിസ് 2 നടക്കും. അപ്പോൾ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോഴാണ് സ്പെർമാറ്റിഡ് ആയിട്ട് മാറുന്നത്. നോക്കൂ, ഇത് സ്പെർമാറ്റിഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവന് ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, ഇതാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് വീണ്ടും ഡിവിഷൻ നടന്നിട്ട് എന്തായിട്ട് മാറുന്നു? അത് സ്പെർമാറ്റിഡ് എന്ന് പറഞ്ഞ ഇതുണ്ടോ, ഈ ഒരു ഷേപ്പിലേക്ക് മാറുന്നു. ഇതാണ് ഒരു സ്പെർമാറ്റിഡ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് മാറുന്നു. ഓക്കെ, സ്പെർമാറ്റിഡ് ആയിട്ട് മാറുന്നു. ഈ സ്പെർമാറ്റിഡിന് പിന്നീട് ഡിഫറൻസിയേഷൻ നടന്നിട്ടാണ് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആയിട്ട് മാറുന്നത്. സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം എന്ന് വിളിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവന് ഡിഫറൻസിയേഷൻ നടക്കുന്നത്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തു, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നു, അങ്ങനെ സ്പെർമാറ്റിഡ് ആയിട്ട് മാറി. ആ സ്പെർമാറ്റിഡ് ആയിട്ട് മാറുന്നത് പിന്നീട് എന്ത് സംഭവിക്കുന്നു നോക്കാം. നോക്കൂ, ഇതാണ് നമ്മൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നോക്കൂ, ഇതാണ് ഇതാണ് നമ്മൾ സെക്കൻഡറി പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, ഇത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഇതാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും ഫോം ചെയ്യും. ആ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്തായിട്ട് മാറും? സ്പെർമാറ്റിഡ് എന്നുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് പിന്നീട് ഇങ്ങനെ ഒരു സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് മാറും. അപ്പൊ ഇതാണ് ഒരു ലോബുലാർ ഹെഡ് ഒക്കെ പോലെ ഇങ്ങനെ റൗണ്ടിലുള്ള ഒരു ഭാഗമാണ്, ഒരു സ്ട്രക്ചറാണ് സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത്. ഈ സ്പെർമാറ്റിഡ് പിന്നീട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ സ്പെർമാറ്റിഡ് ഇങ്ങനെ ഫോം ചെയ്ത, നോക്കൂ, ഇതാണ് ഒരു സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത്. ഈ സ്പെർമാറ്റിഡ് നമ്മൾ പറഞ്ഞു, ഇതല്ലേ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിലുള്ള ഇതുണ്ടോ, ഇവിടെയാണ് നമുക്കിങ്ങനെ എന്തുള്ളത്? ഇതാണ് സ്പെർമാറ്റിഡ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് സ്പെർമാറ്റിഡ്. അപ്പൊ ഇതിന്റെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ആരുണ്ട്? ഈ സെല്ലുകൾക്ക് എന്താ വിളിക്കുക? സെർട്ടോളി സെല്ല് എന്ന് വിളിക്കും. കേട്ടോ, ഇതാണ് സെർട്ടോളി സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അറ്റ് ദ സെയിം ടൈം ഈ സമയത്ത് FSH സെക്രീറ്റ് ചെയ്യുന്നത് മൂലം സെർട്ടോളി സെൽസിന്റെ ഗ്രോത്ത് മെച്ചുറേഷൻ നടന്നിട്ടുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ ആ നടന്ന് മെച്യൂർ ആയിട്ടുള്ള സെർട്ടോളി സെല്ലിൽ നേഴ്സ് സെല്ല ഇവിടെ ഇരിക്കുന്നത്. ആ നേഴ്സ് സെല്ലിലേക്ക് നമ്മുടെ ഈ സെക്കൻഡറി സ്പെർമാറ്റിഡ്, ഇതാണ് സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത്. ആ സ്പെർമാറ്റിഡ് ഇതാണ് നമ്മുടെ സെർട്ടോളി സെല്ല്. ആ സെർട്ടോളി സെല്ലിലേക്ക് ഇങ്ങനെ ഇറങ്ങി, ഇങ്ങനെ കുത്തി, ഇങ്ങനെ കയറി, ഇങ്ങനെ ഇറങ്ങി, ഇങ്ങനെ തുളച്ച്, ഇങ്ങനെ കയറി, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ സ്പെർമാറ്റിഡ് എവിടേക്ക് ഇരിക്കും? സെർട്ടോളി സെല്ലിലേക്ക് ഈ സ്പെർമാറ്റിഡ് എംബഡ് ചെയ്തിരിക്കും. ഇങ്ങനെ കുറെ സെർട്ടോളി സെല്ല് ഇരിക്കുമായിരിക്കും. അപ്പൊ ഇവന്മാരെല്ലാം എന്ത് ചെയ്യും? ഇതിലേക്ക് സെർട്ടോളി സെല്ലിലേക്ക് ഇങ്ങനെ എംബഡ് ചെയ്തിരിക്കും. അപ്പൊ എംബഡ് ചെയ്തിരിക്കും എന്ത് ചെയ്യും? ഈ സെർട്ടോളി സെല്ല് നമ്മുടെ സ്പെർമാറ്റിഡിനെ എന്ത് ചെയ്യും? നറിഷ്മെന്റ് കൊടുക്കും, ന്യൂട്രീഷൻ കൊടുക്കും, പോഷണം നൽകും. അപ്പൊ അങ്ങനെ പോഷണം നൽകുന്നതിന്റെ ഫലമായിട്ട് ഇതുണ്ടോ, ഇത് എംബഡ് ചെയ്തിരിക്കുന്നു. സെർട്ടോളി സെല്ലാണിത്. സെർട്ടോളി സെല്ല് അവൻ എന്ത് കൊടുക്കുന്നു? നറിഷ്മെന്റ് കൊടുക്കും. അങ്ങനെ നറിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ രൂപത്തിലിരുന്ന ഇങ്ങനെ ഇരുന്ന നമ്മുടെ സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത് ഒരു ഹെഡ്, ഒരു മിഡിൽ പീസ്, ഒരു ടെയിലുള്ള ഒരു സ്പേമായിട്ട് മാറും. ഒരു ഫങ്ഷണൽ സ്പേമായിട്ട് മാറുന്നു.
ഓക്കെ, അപ്പോ ഈ സ്പെർമാറ്റിഡ് ആണ് എന്തായിട്ട് മാറുന്നത്? നറിഷ്മെന്റ് കിട്ടി ഫങ്ഷണൽ സ്പേം ആയിട്ട് മാറുന്നത്. ദാറ്റ് ഫങ്ഷണൽ സ്പേം അതിനെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോസോവ. സ്പെർമാറ്റോസോവ ഓർ സ്പേം എന്ന് വിളിക്കുന്നു. സ്പെർമാറ്റോസോവ ഓർ സ്പേം എന്ന് വിളിക്കുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ് എന്ന് വിളിക്കും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ് എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് സ്പെർമിയോജനസിസ്? സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റിഡ് സെർട്ടോളി സെല്ലിലേക്ക് എംബഡ് ചെയ്യുകയും അപ്പോൾ സെർട്ടോളി സെല്ല് സ്പെർമാറ്റിഡിന് നറിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നറിഷ്മെന്റ് കൊടുക്കുന്നതനുസരിച്ച് ഈ സ്പെർമാറ്റിഡ് ഹെഡും നെക്കും ഒക്കെ ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്തുള്ള ഒരു ഫങ്ഷണൽ സ്പേം ആയിട്ട് മാറുന്നു. അങ്ങനെ ഫങ്ഷണൽ സ്പേം ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് എന്ത് വിളിക്കുക? സ്പെർമിയോജനസിസ് എന്ന് വിളിക്കുന്നത്. സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സാണ് സ്പെർമിയോജനസിസ്. അങ്ങനെ സ്പേം ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും? ഈ സ്പേം സെമിനിഫറസ് ട്യൂബ്യൂൾ, ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും പുറത്തേക്ക് ചാടും. ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂള്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും നമ്മൾ ആദ്യം പഠിച്ച ഇതാണ് ഇങ്ങനെ സ്പേമുകള് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും റെറ്റേർഡ് ടെസ്റ്റിസ് വഴി പുറത്തേക്ക് ചാടുകയും ഇജാക്കുലേറ്ററി ഡക്റ്റുകൾ വഴി പുറത്തേക്ക് വരികയും ചെയ്യും. സോ അപ്പോൾ ഇവിടെ ഒരു പ്രോസസ് ഉണ്ട്, ഒരു പേര് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്പെർമിയേഷൻ. അതിനെ വിളിക്കുന്നതാണ് സ്പെർമിയേഷൻ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. ആ പ്രോസസ്സിനെ നമ്മൾ സ്പെർമിയേഷൻ എന്ന് വിളിക്കും. സ്പെർമിയേഷൻ സ്പെർമിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് sperm from the seminiferous tubule. Process of release of sperm from seminiferous tubule. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും ഇജാക്കുലേഷന്റെ സമയത്ത് അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും സ്പേം പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് വിളിക്കുക? സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോസസ്സുകൾ, ഇത്രയും മെക്കാനിസം നടന്നു കഴിയുമ്പോഴാണ് സ്പെർമാറ്റോജനസിസ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. സ്പെർമാറ്റോജനസിസ് എന്താണെന്ന് ഒന്നും കൂടെ പറയാം. സ്പെർമാറ്റോജനസിസ് എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സ്പേം. അതായത് മെയിൽസില് സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്, ആ ഹോൾ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോജനസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൺകുട്ടികൾ പ്യൂബർട്ടിയിൽ എത്തുമ്പോൾ അവരുടെ ഹൈപ്പോതലാമസിൽ നിന്നും LH എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും, ലൂട്ടനൈസിങ് ഹോർമോൺ. ആ ഹോർമോൺ എങ്ങോട്ടേക്ക് പോകുന്നു? ടെസ്റ്റിസിലേക്ക് പോകുന്നു. ആ ടെസ്റ്റിസ് എന്ത് ചെയ്യും? ടെസ്റ്റിസിലുള്ള ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഉണ്ട്. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യും. ആ ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്നതനുസരിച്ച്, മെയിൽ സെക്സ് ഹോർമോൺ ആണ്, ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്നതനുസരിച്ച് സെമിനിഫറസ്, ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ സ്ട്രക്ചർ. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇന്നർ വോളിൽ, അകത്ത് വോളിൽ കാണപ്പെടുന്ന മെയിൽ ജം സെല്ലാണ് സ്പെർമാറ്റോഗോണിയം. ആ സ്പെർമാറ്റോഗോണിയം എന്ത് ചെയ്യുന്നു? മോർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൈറ്റോസിസ് വഴി കുറേ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ കുറേ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും, അവരുടെ സൈസ് കൂടുകയും ചെയ്യും, ഗ്രോത്ത് നടക്കുകയും ചെയ്യും. അപ്പൊ ഗ്രോത്ത് നടന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അവർക്ക് 46 ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കും. ദാറ്റ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോസ് മിയോസിസ് 1. ആദ്യത്തെ മിയോസിസ് 1 വിധേയമാകുന്നു. മിയോസിസ് 1 വിധേയമായി കഴിയുമ്പോൾ മിയോസിസ് 1 നടക്കുന്നു. അപ്പൊ മിയോസിസ് 1 ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കുന്നു. ആ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ എന്തായിട്ട് മാറും? സ്പെർമാറ്റിഡ് ആയിട്ട് മാറുന്നു. ആ സ്പെർമാറ്റിഡ് ഏകദേശം ഈ ഒരു സ്ട്രക്ചറാണ് സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത്. ആ സ്പെർമാറ്റിഡ് നേരെ സെർട്ടോളി സെൽസിന്റെ പല ഭാഗങ്ങളിലായിട്ട്, സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പല ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്ന സെർട്ടോളി സെൽസിലേക്ക് എംബഡ് ചെയ്യും. അങ്ങനെ എംബഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സെർട്ടോളി സെൽസ് ഈ പറഞ്ഞ സ്പെർമാറ്റോസോവയ്ക്ക് നറിഷ്മെന്റ് കൊടുക്കുന്നു. അങ്ങനെ നറിഷ്മെന്റ് കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ സ്പെർമാറ്റോസോവ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സ്പേം, ഹെഡും നെക്കും ടെയിലൊക്കെ ഉള്ള ഒരു ഫങ്ഷണൽ സ്പേമായിട്ട് മാറുന്നു. അങ്ങനെ ഫങ്ഷണൽ സ്പേമായിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ, അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേമായിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ്. അങ്ങനെ സ്പെർമിയോജനസിസ് നടന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ആ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും റെറ്റ ടെസ്റ്റിസ് വഴി സ്പേം പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് സ്പെർമിയേഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയേഷൻ. അപ്പൊ മൂന്നും കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ഹോൾ ഇവന്റ് ആണ് സ്പെർമാറ്റോജനസിസ്. സ്പെർമാറ്റോസോവ, ഈ സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവയായിട്ട് നറിഷ്മെന്റ് വഴി
കിട്ടുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. ആ സ്പെർമിയോജെനസിസ് വഴി ഉണ്ടായ സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം പുറത്തേക്ക് ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ടോട്ടൽ ഇവന്റ് ഓഫ് സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പാട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് സ്പെർമാറ്റോജെനസിസ് സംഭവിക്കുന്നതെന്നാണ് നോക്കിയത്. ഓക്കെ, അപ്പൊ അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു. സ്പെർമാറ്റോഗോണിയ, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പെർമാറ്റോസോവ. ഈ 3 ടേംസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സ്പെർമാറ്റോഗോണിയിൽ നമ്മൾ പറഞ്ഞു 46 ക്രോമസോമുകളായിരിക്കും, സ്പെർമാറ്റോസൈറ്റിൽ 46 ക്രോമസോം ആയിരിക്കും. അതിന് 2 മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നമുക്ക് 23 ക്രോമസോമുകൾ വീതമായിരിക്കും ഉണ്ടാവുക. ദെൻ സ്പെർമാറ്റിഡിലും 23 ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സ്പേമിൽ, ഒരൊറ്റ സ്പേമിൽ എത്ര ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക? 23 ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. ഈ പ്രോസസ്സാണ് നമ്മൾ സ്പെർമാറ്റോജെനസിസ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് oogenesis ആണ്. താങ്ക് യു.